വണ്ടിയുടെ സർവീസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവർക്കും അന്യായ പൈസയാണ്. നമ്മുടെ പോക്കറ്റിനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ പൈസയാണ് ഇപ്പോൾ വണ്ടികളുടെ സർവീസിനൊക്കെ. അപ്പോൾ അവിടെ ഒരു ബിസിനസ് ഇല്ലേ? ഒരു ബിസിനസ്സുണ്ട്. അപ്പോൾ ഞാനേ എൻ്റെ ഈ വണ്ടിക്ക് ഇച്ചിരി പുകയൊക്കെ കൂടി 94,000 കിലോമീറ്ററായി, കുറച്ച് മൈലേജൊക്കെ കുറഞ്ഞു. അപ്പോൾ ഞാൻ സർവീസ് സെൻറ്ററിൽ അന്വേഷിച്ചു. അപ്പോൾ അവർക്ക് എൻജിൻ കൺസ്ട്രക്ഷനോ അങ്ങനെ എന്തൊക്കെയോ ഒരു ടേംസിലൊക്കെ സംസാരിച്ചു. അപ്പോൾ അതൊക്കെ ചെയ്താലേ ഇനി ഇത് പഴയ സിറ്റുവേഷൻ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പം വേറൊരു സംഭവം എനിക്ക് പിടികിട്ടിയിട്ടുണ്ട്, വേറൊരു സംഭവം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബിസിനസ് നിങ്ങളെ കാണിച്ചു തരാം, എന്താണ് അവരുടെ ബിസിനസ് എന്നുള്ളത്. ഈവൻ ആ ബിസിനസ് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ അടിമാലിക്കാരനാണ്. അപ്പോൾ അടിമാലിയിൽ നിന്ന് ഇവിടം വരെ ഞാൻ പെരുമ്പാവൂർ വരെ വണ്ടി ഓടിച്ച് വരുവാണ്. എന്തിനാ? ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്. അറൗണ്ട് 2 hours വണ്ടി അവരുടെ കയ്യിൽ കൊടുക്കണം. അവരെന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. അതെന്തൊക്കെയാണ് എന്നതൊക്കെയാണെന്നൊക്കെ നിങ്ങളും കൂടെ കണ്ടു നോക്കുക. എന്നിട്ട് അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ സഹായം നമ്മൾ ചോദിച്ചു മേടിക്കും, എങ്ങനെ അത് നിങ്ങൾക്ക് കൂടെ ചെയ്യാൻ പറ്റുമെന്ന്. ട്രാഫിക് ബ്ലോക്ക്. അപ്പം നമുക്ക് ആ ബിസിനസ് ഒന്ന് കണ്ടു നോക്കാം. കാർബൺ കെയറിൽ എത്തിയിട്ടുണ്ട്. ഇത് പെരുമ്പാവൂരിൽ നിന്ന് 1 കിലോമീറ്റർ അല്ലേ? 1 കിലോമീറ്റർ അടുത്തുള്ള കാർബൺ കെയറിലാണ്. ശരിക്കും എന്നെ ഇവിടെ ചെയ്യാൻ പോകണം. കാർബണൈസ് ചെയ്യുന്ന ഒരു മെഷീനാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഹെഡിന്റെ അകത്തുള്ള ഒരു കരിയൊക്കെ കളയുന്ന ഒരു പ്രോസസ്സാണ്. ഇത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഹൈഡ്രജൻ ഓക്സിജൻ ആണ് ഇതിന്റെ ഹെഡിന്റെ അകത്തേക്ക് നമ്മൾ കയറ്റി വിടുന്നത്. ഇത് സാധാ ഹെഡിന്റെ അകത്തേക്ക് പോകുന്നത് ഓക്സിജൻ മാത്രമായിരിക്കും. ഇത് നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും കൂടെ മിക്സ് ചെയ്ത് കയറ്റി വിടുന്നു. ഹെഡിനകത്തുള്ള കാർബൺ കംപ്ലീറ്റ് ക്ലീൻ ആയി പോകും, അത് പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ വണ്ടിയുടെ വാഹനങ്ങളുടെ പുക കംപ്ലീറ്റ് മാറും. എന്റെ ഒരു സംശയമാണ്, ഇത് ചെയ്തുകൊണ്ട് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വണ്ടിക്ക് ഒരു കുഴപ്പം വരുന്നില്ല. നമ്മൾ ലിക്വിഡ് ഒന്നും ഉപയോഗിച്ചല്ല ഇത് ചെയ്യുന്നത്. ഇല്ലില്ല, ഇത് ഹൈഡ്രജൻ ഓക്സിജൻ മിക്സ് ചെയ്ത് നമ്മൾ ഹെഡിന്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നു. അല്ലാതെ ഇതിപ്പോ ഞാൻ ഇന്ന് ചെയ്തിട്ട് എന്റെ 90,000 കിലോമീറ്റർ ആയി. ഇനി ഞാൻ എന്നാണ് അടുത്ത് ചെയ്യേണ്ടത്? ഓരോ 30,000 കിലോമീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 1:20 ഇനി അടുത്ത് ചെയ്യണം. ഞാനത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചെയ്തില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോ ഒരു ദിവസം പല്ല് തേച്ചില്ല എന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ കുറച്ച് നാറ്റം വരുന്നുണ്ട്, വായുനാറ്റം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാ പ്രോസസ്സുകൾ നോക്കിയാൽ വേറൊരു ചെറിയ ടെസ്റ്റ് ഉണ്ട്. ഇവര് പറഞ്ഞത് വണ്ടിയുടെ പൊല്യൂഷൻ കുറയുമെന്നാണ്, നല്ല രീതിക്ക് കുറയുമെന്നാണ് പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സാധനം ആദ്യം കൊണ്ടൊന്ന് പൊല്യൂഷൻ ടെസ്റ്റ് നടത്തിയിട്ട് എക്സാക്ട് പൊല്യൂഷൻ എത്രയുണ്ടെന്ന് നോക്കിയിട്ട് വന്നിട്ട് അഴിപ്പിച്ച് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ പോയി പൊല്യൂഷൻ ടെസ്റ്റ് എടുത്ത് നോക്കാം. അതെങ്ങനെയുണ്ട് സംഭവം? നമ്മള് ഇവരൊക്കെ കൂട്ടി ബാക്കിയുള്ളവരോട് ആളുണ്ട്, അവരൊക്കെ കൂട്ടി പുക ടെസ്റ്റ് ചെയ്യാൻ വന്നേക്കാം. പുകയൊക്കെ ടെസ്റ്റ് ചെയ്ത് പുകയുടെ റിസൾട്ടൊക്കെ എടുത്ത് മര്യാദയ്ക്ക് വരും നമ്മുടെ വണ്ടിയുടെ ഇത് കുറയ്ക്കുന്നുണ്ടോയെന്ന് അറിയണം. ഞങ്ങൾ പോയി ആ പുകയുടെ പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കോട്ടോ, 294 ഇതിന്റെ അകത്ത് കാർബൺ കണ്ടന്റ് കാണിക്കണേ. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിനേക്കാളും പുക കുറഞ്ഞേ പറ്റില്ല, എന്തായാലും കുറയിരിക്കും. അതറിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് മെഷീൻ ആണ് ഇപ്പൊ എന്റെ ഫ്രണ്ടിലിരിക്കുന്നത്, ഈ പ്രോസസ് ചെയ്യാനുള്ള മെഷീൻ അല്ലെ? അതെ അതെ. ഇത് എവിടുന്നാ വാങ്ങാൻ കിട്ടുക? ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജർമ്മൻ ടെക്നോളജിയാണ്. ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ചൈനയിലാണ്. അതെ അതെ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ വേൾഡിൽ അവൈലബിൾ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. അതെ. അപ്പൊ ഇത് ലോകം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമ്പ്രദായം തന്നെയാണ്. അതെ അതെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഇത് അത്രയും ആൾക്ക് ഇതിന്റെ അവയർനെസ് കിട്ടിയിട്ടില്ല. ശരിക്കും വേൾഡ് എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യാത്തതും യൂസ് ചെയ്ത് വരുന്നില്ല. അതെ അതെ. അപ്പൊ ഈ മെഷീന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ഇവിടെ ടച്ച് സ്ക്രീൻ ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ഡീകാർബണൈസേഷൻ മെഷീനാണ്. ഇതൊരു ഹൈഡ്രജൻ ജനറേറ്റർ. ഇത് വെച്ചിട്ട് ഹൈഡ്രജൻ ബലൂൺ നിർമ്മിക്കാൻ പറ്റും? ഇല്ല. ഇതൊരു പിഒഎച്ച് ടെക്നോളജിയാണ്. പ്യൂർ ഓക്സി ഹൈഡ്രജൻ ടെക്നോളജി. ഹൈഡ്രജൻ ടെക്നോളജി. അപ്പൊ ഈ ഹൈഡ്രജൻ മാത്രമാണ് ശരിക്കും പറഞ്ഞ ഈ പറഞ്ഞ പോലെ ബലൂൺ നിർപ്പിച്ച് പൊക്കി വിടാം. പക്ഷെ ഇത്
അതിന്റെ കൂടെ ഓക്സിജനും ഹൈഡ്രജനും കൂടി മിക്സ് ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ ബലൂൺ ഇപ്പൊ നമ്മളിപ്പോ ഇറക്കിയാണെങ്കിൽ തന്നെ പൊങ്ങി പോകില്ല, പക്ഷെ പൊങ്ങി നിൽക്കും. നിലത്ത് തന്നെ ഇങ്ങനെ പൊങ്ങി നിൽക്കും, പക്ഷെ പോകില്ല, ഇല്ല. അതെ. നമുക്ക് ഈ മെഷീന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയണം. ഈ മെഷീൻ ശരിക്കും വണ്ടിനെ എന്താ ചെയ്യാൻ പോകും? ഈ എഞ്ചിന്റെ പ്രവർത്തനം എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ കംപ്രഷൻ ചേമ്പറിൽ ഈ ഫ്യൂവല് പെട്രോൾ ഓർ ഡീസൽ ഗ്യാസ് വന്ന് അതിങ്ങനെ ബേൺ ചെയ്ത് സിസ്റ്റം വർക്ക് ചെയ്ത് അതിനെ റൊട്ടേറ്റ് ചെയ്യിച്ച് അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്. ഓട്ടോമൊബൈൽ. അപ്പൊ ഇതില് എങ്ങനെയാന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഹൈഡ്രജൻ ഗ്യാസ് എല്ലാവർക്കും അറിയാം, എക്സ്പ്ലോസീവ് ഗ്യാസ് ആണ്. അപ്പൊ ഈ വണ്ടിയുടെ എയർ ഇൻടേക്ക് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു അടപ്പാണെങ്കിൽ പോലും കത്തിക്കുകയാണെങ്കിൽ, അടച്ചു വെച്ച് കത്തിക്കുകയാണെങ്കിൽ കത്തൂല, ഓക്സിജൻ ആവശ്യമുണ്ട്. അപ്പൊ അതേപോലെ നമ്മുടെ എയർ ഫിൽറ്റർ ഒക്കെ ഇല്ലേ, എന്നുവെച്ചാൽ എയർ പൊല്യൂട്ടഡ് എയർ ശുദ്ധീകരിച്ച് എഞ്ചിനിലോട്ട് പോകുന്നു. ആ എയർ ഇൻടേക്കിലോട്ട് നമ്മൾ ഈ ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് കടത്തിവിടും. അപ്പോഴത്തേക്കും ഈ ഹൈഡ്രജൻ ഗ്യാസും ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് ചെല്ലുമ്പോഴത്തേക്കും നിലവിൽ ഇപ്പൊ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്സിജൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ മെഷീൻ വെച്ച് ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് അതിലോട്ട് കടത്തിവിടും. അതിന്റെ ഉള്ളിലുള്ള കരിനെ വീണ്ടും കത്തിച്ച് അത് ഫ്ലഷ് ചെയ്ത് കളയും. അതെ അതെ. ഒരു രണ്ടാമത്തെ ഒരു സ്ഫോടനമാണിത്. അതെ അതെ. പിന്നെ ഈ മെഷീൻ വരാൻ ഒരു കുഴപ്പമില്ല. ഇതിൽ നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യില്ല, വെറും ഓക്സി ഹൈഡ്രജൻ ഗ്യാസ്. അതെ അതെ. ഇതിപ്പോ നമുക്ക് എനിക്ക് സ്വന്തം ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞ ഒരു മൊബൈൽ ഉപയോഗിക്കാൻ അത്രയും ലാഭവും ഇല്ല, അതിനും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്, ടച്ച് സ്ക്രീൻ ആണ്, ഓട്ടോമാറ്റഡ് എല്ലാമാണ്. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് വേണ്ടി ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ഈ വയറുകളൊക്കെ എന്താണ് പൈപ്പ്? ഇതിൽ കൂടിയാണ് ഇതിന്റെ ഗ്യാസ് ഔട്ട്പുട്ട് വരുന്നത്. അതെ 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 അതെ. പിന്നെ ഇത് വൈബ്രേറ്റിംഗ് സെൻസറാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഈ ജനറേറ്റർ ആണ്, ഒരു ഹൈഡ്രജൻ ജനറേറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ടാങ്ക് ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ നിറയും, ഗ്യാസ് നിറയും. അപ്പൊ ഇൻ കേസ് വണ്ടി ഓഫ് ആയി കഴിഞ്ഞാല് ഇത് ഔട്ട്പുട്ട് കിട്ടൂല, പോകൂല. അപ്പൊ ഇത് നിറഞ്ഞ് എക്സ്പ്ലോഡ് ചെയ്യാൻ ഇതുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ വൈബ്രേറ്റിംഗ് സെൻസർ. അപ്പൊ വണ്ടി ഓൺ ആണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. വണ്ടി എഞ്ചിൻ ഓഫ് ആയി കഴിഞ്ഞാൽ ഈ സെൻസർ വെച്ച് ഇത് മെഷീൻ ഓട്ടോ മെഷീൻ ഓഫ് ആയി പോകും. അതെ അതെ അതെ. സേഫ്റ്റി ഇതായതുകൊണ്ട്. ഞാൻ വേറെ സംശയം പറയും. നമുക്ക് വലിയ ലോറി ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ തീർച്ചയായും ഇതിപ്പോ വേൾഡിൽ അവൈലബിൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി, ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് ചെയ്യുന്ന മെഷീനാണ് ഇത്. 1500 ലിറ്റർ പെർ അവർ നമുക്ക് ഈ മെഷീനിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ ലോറി ഒക്കെ ഉണ്ടെങ്കിലും സംഭവം സിമ്പിൾ ആയിട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ, അപ്പൊ കുഴപ്പമില്ല. ലോറി ഉണ്ടെങ്കിലും പോലെ ചെയ്ത് തരും. വേറെ എന്തെങ്കിലും മെഷീനിന്റെ അത് നമുക്ക് കാണിച്ചു തരാനുള്ള ഭാഗങ്ങളുണ്ടോ? മെഷീൻ മൊത്തം മെഷീന്റെ സ്വിച്ച്. അതെ അതെ. ടച്ച് സ്ക്രീനിൽ ഒരുപാട് ഡാറ്റാസ് കൊടുക്കാനുണ്ട്, അതൊന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ല, മനസ്സിലാക്കാനില്ല. ഇൻ കേസ് വീഡിയോ കണ്ട ആരെങ്കിലും വന്നാൽ അതൊക്കെ പറഞ്ഞു കൊടുത്തത്. പിന്നെ തീർച്ചയായും പറഞ്ഞു. അപ്പൊ നമുക്ക് വണ്ടിയിലോട്ട് കിടക്കാം, പ്രോസസ്സറിലോട്ട് കിടക്കാം. അപ്പൊ ഇവര് ഡീകാർബണൈസേഷൻ ഒക്കെ കഴിഞ്ഞു. വണ്ടിയുടെ ചെയ്തിരിക്കുന്ന ഡീകാർബണൈസേഷൻ വഴി കളഞ്ഞിട്ടുള്ള ആ കാർബണിന്റെ കണ്ടന്റിനെ പുറന്തള്ളുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പൊ കാണാൻ പോകുന്നത്. ശരിക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഇവിടുത്തെ ഒരു സ്മെല്ലൊക്കെ, ഒരു കരിഞ്ഞ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചിലപ്പം ഈ ചെയ്യുന്നതിന്റെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിരിക്കും. അപ്പൊ ഞാനത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് പല രീതിക്കും ഇതിന്റെ ഈ കണ്ടന്റിനെ പുറന്തള്ളുന്നുണ്ട്, എയർ വഴിയൊക്കെ കണ്ടന്റിനെ പുറന്തള്ളുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ സ്മെല്ല് ചെറിയ രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇപ്പം പുക പുറന്തള്ളുന്ന ആ ഒരു പ്രോസസ്സ് നമുക്കൊന്ന് നോക്കാം. നമ്മളപ്പോ അവിടുന്ന് കാർബൺ ഫുൾ എടുത്ത് കളഞ്ഞു. അപ്പൊ കാർബണൊക്കെ കളഞ്ഞോ പോയോ ഇല്ലെന്ന് അറിയാനായിട്ട് വീണ്ടും നമ്മൾ പുക ടെസ്റ്റ് കേന്ദ്രത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതിന് മുമ്പ് കിട്ടിയിരുന്ന വാല്യൂ 294 തോന്നുന്നു, അല്ലെ 294 അതിന്റെ താഴെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വന്ന് പുകയുടെ പേപ്പർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പുതിയ ടെസ്റ്റ് ചെയ്ത പുകയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ചേട്ടാ അയ്യോ, ഇതല്ലേ ആവറേജ് 124, 124 ഇത് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംഭവം ഉള്ളതാട്ടോ.
അപ്പൊ 124 ആയിട്ട് കുറഞ്ഞിരിക്കുക. 294 ഇതിന് മുമ്പ് എടുത്ത റീഡിങ്, അത് 124 കുറഞ്ഞിരിക്കുക. എന്റെ കയ്യില് ഒരു ടാബ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, പക്ഷെ ഇത് ആക്ച്വലി ടാബ് അല്ല, ഇതൊരു സ്കാനിങ് ഡിവൈസ് ആണ്. വണ്ടിയുടെ എന്തൊക്കെ കംപ്ലൈന്റ് എവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള സ്കാനിങ് ഡിവൈസ് ആണ്. ഇതിന്റെ ദാണ്ട ഇവിടുന്ന് ഇവരൊരു സാധനം ഊരിയെടുത്ത് വണ്ടിയിലോട്ട് കുത്തും. അതെന്നാ അത് ബ്ലൂടൂത്ത് ഡിവൈസ് ആണ്. ഓക്കെ, അത് കയ്യിലുണ്ടോ? ഓക്കെ, അത് വണ്ടിയിലോട്ട് കണക്ട് ചെയ്യും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഡിവൈസിൽ കാണാൻ പറ്റും. എന്നിട്ട് അത് ആദ്യം സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ചാണ് ഇവര് വണ്ടിയിൽ കാർബണൈസേഷൻ ഒക്കെ ചെയ്യുന്നത്, ഡീകാർബണൈസേഷൻ ഒക്കെ ചെയ്യുന്നത്. ഇത് കണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കി കംപ്ലൈന്റ് അറിഞ്ഞിട്ടാണ്. അതിനു വേണ്ടിയിട്ടുള്ള ടൂൾ കിറ്റുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഡീകാർബണൈസേഷൻ ഒക്കെ കഴിഞ്ഞു, നമ്മൾ പുകയുടെ ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വന്നു. അപ്പൊ ഇനി അവരുടെ ഫൈനലായിട്ട് ഒരു ചെക്കപ്പും കൂടെ അവര് ഈ സ്കാനർ വെച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് വെച്ച് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കി എല്ലാം കംപ്ലീറ്റ് ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മളെ പറഞ്ഞുവിടാൻ പോണത്. ടൈം ഒരുപാട് ഡിലേ ആയി, അതുകൊണ്ട് ഇത് വലിച്ചു നീട്ടുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ പരിപാടി തീർത്തിട്ട് നമുക്ക് അടുത്തിലോട്ട് ഇറങ്ങാം. നമുക്ക് ഇനി അറിയേണ്ടത് ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്യാൻ പ്ലാൻ ഇട്ടാൽ ഇവര് സഹായിക്കില്ലയോ എന്നുള്ള കാര്യമാണ്. അപ്പൊ അത് നമുക്ക് ചോദിച്ചിട്ട് വരാം. അപ്പോഴത്തേക്കും ഈ വണ്ടിയുടെ പരിപാടികളൊക്കെ ഒന്ന് തീർത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റാക്കി തന്നെ കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് ചോദിച്ചറിയാം. എന്താ പേര്? മുദ്ദസ്. ഇവർക്ക് രണ്ടാമത്തെ ബ്രാഞ്ചാണ് അല്ലേ? അതെ അതെ. ആദ്യത്തെ ബ്രാഞ്ച് എറണാകുളത്ത്, ആലുവയില്. മുദ്ദസിലിനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചതുകൊണ്ടാണ് മുദ്ദസിൽ ഇപ്പൊ ഇവിടെ എത്തിയത്. ഞങ്ങളുടെ ഇന്റൻഷൻ വീഡിയോ കാണുന്ന ആളുകൾ കൂടുതൽ ബിസിനസ്സിലോട്ട് കടന്നു വരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. എന്തൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് നൽകാൻ പറ്റും? ഓൾറെഡി ഇപ്പോ നമ്മുടെ ബ്രാൻഡാണ് ദ കാർബൺ കെയർ എന്ന് പറയുന്നത്. ആ ബ്രാൻഡിന്റെ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചൈനീസ് ഇമ്പോർട്ടഡ് മെഷീനാണ്, കേരളത്തിലെ മുഴുവൻ ഡിസ്ട്രിബ്യൂഷനും നമുക്കാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ നിലവിലിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തത് മെഷീന്റെ സെയിൽസ്. മെഷീന്റെ സെയിൽസിലാണ് ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ തുടങ്ങിയത് തന്നെ. അപ്പൊ ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഈ മെഷീന്റെ സെയിൽസ് ആയിരുന്നു? അതെ അതെ അതെ. ഓക്കെ, മെഷീന്റെ സെയിൽസ് ആണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്, പിന്നെയാണ് സർവീസ് ഫീൽഡിലേക്ക് കൂടി വന്നത്. ഓക്കെ, ചുരുക്കത്തില് ഒന്നാമത്തെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന മെഷീന്റെ സെയിൽസ്, അതിന്റെ സർവീസ്. രണ്ടാമത്തെ ഇപ്പൊ നമ്മൾ സർവീസ് ഫീൽഡിലേക്ക് വന്നപ്പോ നമുക്ക് വ്യക്തിപരമായിട്ടുണ്ടായ കുറെ കാര്യങ്ങൾ ഇതിലേക്ക് ചേർക്കാനും ഒരുപാട് സൗകര്യങ്ങൾ കൂട്ടാനും സാധിച്ചു. നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും ഇഞ്ചക്ടർ ഫ്ലഷിങ്, അല്ലെങ്കിൽ കമ്പഷൻ ചേമ്പറിന്റെ ഉള്ളിലുള്ള അല്ലാത്ത പാർട്സുകളുടെ ക്ലീനിങ്, ഈജിയർ വാൽ ക്ലീനിങ്ങുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ പൊതുവെ ഡീകാർബണൈസിങ് സെന്ററുകളിൽ നിന്ന് ലഭിക്കാത്തതാണ്. അതെ, അപ്പൊ ഇത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൂടെ ആഡ് ഓൺ ചെയ്തതിന്റെ പേരിലാണ് ഇപ്പൊ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന രൂപത്തിലാണ്. അതെ, ഞാൻ വന്നപ്പോ എനിക്ക് എല്ലാ സർവീസും ഉണ്ട്. ഇവര് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ചെയ്താണ് നമ്മുടെ വണ്ടീനെ പുറത്തേക്ക് ഇറക്കി തന്നത്. എനിക്ക് നിങ്ങളുടെ ആ സർവീസും വളരെയധികം ഇഷ്ടപ്പെട്ടു. വണ്ടി ഞാനിപ്പോ ഒന്ന് ഓടിച്ചു നോക്കിയിട്ടാണ് വരുന്നത്. എനിക്കതും എല്ലാം നല്ല ഒരു പോസിറ്റീവ് മൈൻഡഡ് ആയിട്ട് തന്നെ തോന്നുന്നു. രണ്ട് കാര്യങ്ങളൂടെ ഉണ്ട്. ഒന്ന്, ഒരു ദിവസം നമുക്ക് എത്ര വണ്ടി വരെ ഇതിൽ ചെയ്യാൻ പറ്റും? അത് നമ്മൾ വാഹനങ്ങൾ ഇപ്പൊ സർവീസിൽ ബുക്കിംഗ് ആയിട്ട് എടുക്കുന്നത് ഒരു ദിവസം 6 വണ്ടികളാണ്. 6 വണ്ടികൾ? അതെ, 6 വണ്ടികളാണ് എടുക്കുക. അതിന്റെ ഇടയ്ക്ക് വേറെ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ നോക്കി ചെയ്യും. ഇപ്പൊ ഡീകാർബണൈസിങ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡീകാർബണൈസിങ് മാത്രമാണ്. നമുക്ക് മാനുവലായിട്ട് EGR-ഓ അല്ലെങ്കിൽ ഇഞ്ചക്ടർ ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഒരു വാഹനത്തിന് ഏകദേശം 60 മിനിറ്റ് മാക്സിമം ഉപയോഗിക്കേണ്ടി വരുള്ളൂ. 60 മിനിറ്റ് ആണ് ഒരു വാഹനത്തിന് മാക്സിമം ഉപയോഗിക്കേണ്ടി വരിക, ബസ് ഉൾപ്പെടുന്ന വാഹനങ്ങൾ. ബസ് ഉൾപ്പെടെയുള്ള വാഹനം? അതെ അതെ. അല്ലാത്ത വാഹനങ്ങൾക്ക് ഇപ്പൊ 40 മിനിറ്റ്. ഇപ്പൊ നമ്മുടെ വാഹനം ചെയ്തത് 40 മിനിറ്റ് ആണ്. 40 മിനിറ്റ് ആണ്. ഇത് നമ്മളൊരു ഷോറൂമിലോട്ട് പോയി കഴിഞ്ഞാൽ 60,000-70,000 രൂപ സർവീസ് കോസ്റ്റ് വരുന്നതാണ്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ ചെലവില് ജനങ്ങൾക്ക് ടെക്നോളജി എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും ചുരുങ്ങിയ. അപ്പോ അത്തരത്തിലൊരു സംരംഭമാണ്. അതിന് മാത്രമല്ല ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ളതാണ്. മാത്രമല്ല ഇനിയിപ്പോ ഒരു ബിസിനസ് സാധ്യതയായിട്ട് മുമ്പോട്ട് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതെ അതെ, എക്സാക്ട്ലി. ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെന്റ് ഇത് മാർക്കറ്റിൽ ഒരു പെയിനും കൂടിയാണ്. അപ്പൊ അത് വന്നാൽ വളരെ നല്ലതാണെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ ഇറ്റ്സ് എ നൈസ് ബിസിനസ്. നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ നമ്പർ ഈ വീഡിയോയുടെ താഴെ ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും. എനിവേ ഇനിയും ഞങ്ങള് ബുദ്ധിമുട്ടിക്കുന്നില്ല. വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ റഫീഖ് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഞാനതാണ് ഓടിപ്പോകുന്നത്. ആയിക്കോട്ടെ. അപ്പം എന്തായാലും ബിസിനസ് വളരെയധികം സജ്ജമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. ഞങ്ങൾ ഇറങ്ങുകയാണ്.
അപ്പോൾ ആവശ്യമുള്ളവർ ഇതേ അടിയിലെ നമ്പർ, മെയിൽ അഡ്രസ്സ്, ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ വിളിക്കുക, കാര്യങ്ങൾ ഡീൽ ചെയ്തു. ഒരു പുതിയ വണ്ടി ഓടിക്കുന്നൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. സംഭവം കൊള്ളാം. എന്തായാലും ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഇപ്പം സാധാരണ മനുഷ്യരുടെയൊക്കെ ശരീരത്തിൽ കൊഴുപ്പടിയുന്നത് പോലെ തന്നെ മെഷീനുകളുടെ ശരീരത്തിലടിയുന്ന കൊഴുപ്പാണ് കാർബൺ എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ കലാസൃഷ്ടിയായിട്ടുള്ള ഡയലോഗാണ് കേട്ടോ. എനിവേ, അടുത്ത വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അടുത്ത പുതിയൊരു ബിസിനസ് നമുക്ക് പരിചയപ്പെടാം. അതിൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾ കണ്ടെത്തൂ. വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.